മദീനയിലെ വാദി അഖീഖ് പുഴയുടെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയായി. മദീന ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് പ്രവാചക ചരിത്രത്തിൽ വിശദീകരിക്കപ്പെട്ട ഈ പ്രദേശം അതിമനോഹരമായ ഒരു തോട്ടമാക്കി മാറ്റുന്നത്. കൂടുതൽ വൃക്ഷങ്ങളും ചെടികളുമെല്ലാം ഇവിടെ വെച്ചുപിടിപ്പിച്ചു. മഴയ്ക്ക് പിന്നാലെ ഈ പ്രദേശം മനോഹരമാവുന്നു. മദീന സർവകലാശാലയ്ക്ക് മുന്നിലൂടെ പോകുന്ന നദിയാണ് വാദി അഖീഖ്. 100 കിലോമീറ്ററാണ് നീളം. ഇതിപ്പോൾ തോട്ടമാവുകയാണ്. അതിനൊരു കാരണമുണ്ട്. ഇത് പ്രവാചകന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുഴകളിൽ ഒന്നായിരുന്നു. പ്രധാന ഭാഗം മദീന ഹറമിന്റെ ഭാഗത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രവാചക ചരിത്രത്തിൽ വാദി മുബാറക്ക് എന്ന പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എൻ്റെ അടുക്കൽ മലക്ക് വന്നിട്ട് ഈ വാദി അൽ അഖീഖിലേക്ക് പോവുകയും അവിടെ പോയി 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്യാനും പ്രാർത്ഥിക്കാനും ആവശ്യപ്പെട്ടു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുള്ള അൽ വാദി അൽ അഖീഖ് എന്ന് പറയുന്ന ഈ ഒരു നദി ഈ അൽ ജാമിയ അൽ ഇസ്ലാമി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ തൊട്ട് അരികിലൂടെയാണ് ഒഴുകുന്നത്. ഇതിൻ്റെ ഒരു ഭാഗം യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിലൂടെ വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രക്കും അനുഗ്രഹീതമായ ഒരു മുബാറക്കായിട്ടുള്ള ഒരു പ്രദേശം ഉൾക്കൊള്ളുന്നതാണ് അൽ ജാമിയ അൽ ഇസ്ലാമിയുടെ ക്യാമ്പസ് എന്നുള്ളത്. പലരെയും ഇവിടേക്ക് പഠിക്കാൻ വരുന്നതിന് ഒരു പ്രേരകമാവാറുണ്ട് എന്നുള്ളതാണ്. ഇവിടെ പ്രാർത്ഥന നിർവഹിക്കാൻ ഒരിക്കൽ പ്രവാചകന്റെ നിർദ്ദേശം ലഭിച്ചതായി ഇസ്ലാമിക ചരിത്രത്തിൽ പറയുന്നു. പ്രവാചക പത്നിയായ ആയിഷയോട് ഇതേക്കുറിച്ച് പ്രവാചകൻ വർണ്ണിക്കുകയും ചെയ്തിരുന്നു. ലോകത്തെ മികച്ച ശാന്തസുന്ദര നഗരമാവുന്നുണ്ട് മദീന. അതിന്റെ കൂടി ഭാഗമാണിത്. പ്രവാചകന്റെ ഇഷ്ട ഇടമായിരുന്നു താഴ്വാരം. സന്ദർശകരുടെയും ഇഷ്ടപ്പെട്ട ഇടമായി മാറുകയാണ്. മദീനയിൽ നിന്നും സാബിത് സലീം, മീഡിയ 1.